യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി തരുവാനിടയായി തീർന്നത്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? ഈ ലോകത്തിൽ നാം ജീവിച്ചു മരിച്ചു എന്ന് മാത്രമേ. അങ്ങനെയെങ്കിൽ രക്ഷകനായ യേശുവിന് വേണ്ടി നമ്മുടെ ഹൃദയത്തെ സമർപ്പിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ കുടുംബത്തിന് അനുഗ്രഹമാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമാണ്, നമ്മുടെ ഭവനത്തിന് അനുഗ്രഹമാണ്, നിത്യശാന്തി ലഭിക്കുവാനിടയായി തീരും. അങ്ങനെയെങ്കിൽ യേശുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയമാകുന്ന വാതിൽ തുറക്കുന്നുവെങ്കിൽ ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരാമെന്ന് അരുളിച്ചെയ്ത ഞങ്ങൾ വാഴ്ത്തപ്പെട്ട കർത്താവ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയമാകുന്ന വാതിൽ തുറക്കുന്നുവെങ്കിൽ ഹൃദയത്തിന്റെ അകത്തേക്ക് കടന്നു വരുവാൻ, നിങ്ങളുടെ ഭവനത്തിലേക്ക് വരുവാൻ യേശു ആഗ്രഹിക്കുന്നു. എങ്ങനെയെങ്കിൽ തുറന്നു കൊടുക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ അന്നുപോയിൽ നിങ്ങളുടെ ഭവനത്തിൽ തീരാ ദുഃഖത്തിലായിരിക്കുന്നു, ആരോടും പറയുവാൻ കഴിയാത്ത വിധം നീറുന്ന വിഷയത്തിന്റെ നടുവിലാണ് നാം ആയിരിക്കുന്നത്. അവിടെയെല്ലാം ദൈവത്തിന് പരിഹരിക്കുവാൻ കഴിയും. നിങ്ങളുടെ ഹൃദയമാകുന്ന വാതിൽ വിശാലമായി ഒന്ന് തുറക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരുവാനിടയായി തീരും. നിങ്ങളെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിന്, നിങ്ങളെ ഭവനത്തിന്റെ വിഷയത്തിന് നിരാശയുടെ അനുഭവത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ സർവശക്തനായ യേശുവിനെ നിങ്ങൾ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് സമാധാനം ലഭിക്കുവാനിടയായി തീരും, നിത്യത ലഭിക്കുവാനിടയായി തീരും. നമുക്ക് തിരുവചനം പറയുന്നു. അങ്ങനെയെങ്കിൽ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ എന്ന് തിരുവചനം പറയുന്നു. അങ്ങനെയെങ്കിൽ ഈ യേശുവിന്റെ അടുക്കിലേക്ക് അല്ലെങ്കിൽ നാം കടന്നു ചെല്ലുന്നുവെങ്കിൽ, യേശുവിന്റെ അടുക്കിലേക്ക് നാം ചെല്ലുന്ന ഏത് വ്യക്തിക്കും നിത്യ സമാധാനം ലഭിക്കുവാനിടയായി തീരും. അവന്റെ അവസ്ഥകൾ മാറുവാനിടയായി തീരും. നിരാശയുടെ അവസ്ഥയിൽ നിന്ന് സമാധാനമാകുന്ന, സമാധാനപൂർണമാകുന്ന ജീവിതത്തിന് നമുക്ക് സാക്ഷിയാകുവാനിടയായി തീരും. ഇപ്പോൾ താങ്കൾ അനുഭവിക്കുന്ന നീറുന്ന ഈ ഭൂമി നമുക്ക് ഒരു ശാശ്വതമല്ല. നാം വായിക്കുന്ന അനുദിന പത്രങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കൊലപാതകങ്ങളും സ്ത്രീപീഡന കേസുകളും അങ്ങനെ ആത്മഹത്യകളും പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്താണ് നാം ജീവിക്കുന്നത്. നിങ്ങൾക്ക് ഒരു കാര്യം പറയുന്നു, ആത്മഹത്യകളും കൊലപാതകങ്ങളും നിരാശകളും ഇല്ലാത്ത ആ നിത്യനാടേക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുന്നുവെങ്കിൽ രക്ഷകനായ കർത്താവ് നിങ്ങളെ വിടുവിക്കുവാൻ കഴിയും, നിങ്ങളെ പരിഹരിക്കുവാനിടയായി തീരും. നമുക്ക് പരിഹരിക്കുവാൻ കഴിയാത്ത നീറുന്ന വിഷയത്തിന്റെ നടുവിലെല്ലാം രക്ഷകനായ യേശുവിന്റെ അടുക്കിലേക്ക് ചെല്ലുന്നുവെങ്കിൽ നിങ്ങളെ വിടുവിക്കുവാനിടയായി തീരും. സമാധാനമില്ലാത്ത നിരാശയിലായിരിക്കുന്ന പ്രിയജനമേ, നിങ്ങളെ വിടുവിക്കുവാൻ രക്ഷകൻ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഹൃദയമാകുന്ന വാതിൽ വിശാലമായി തുറക്കുന്നുവെങ്കിൽ വിടുവിക്കുവാനിടയായി തീരുമെന്ന് ഹല്ലേലൂയ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ചെറിയ സന്ദേശത്തിൽ നിന്ന് ഇരിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ.